നോക്കൂ, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഓരോ കൊടുത്ത ഭരണാധികാരികൾ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം മുല്ലപ്പെരിയാർ സമരം, അതിൻ്റെ പ്രവർത്തനം ഇവിടെ വന്നിട്ടുണ്ട്. ഏത് നിമിഷവും നമ്മുടെ ജീവന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഡാം തുറന്നാൽ നമ്മൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടം വിട്ടുപോകും എന്നുള്ള വേദനയിൽ, ആകുലതയിൽ നിന്ന് ഒരുപറ്റം ചെറുപ്പക്കാർ ഇതാ അവിടെ മാലിപ്പുറത്ത് സമരം നടത്തുന്നു. ഈ വൈപ്പിൻകരയുടെ വടക്കേ അറ്റത്ത് മുനമ്പത്തുള്ള 680 കുടുംബങ്ങൾക്ക് ഡെമോക്രസിൻ്റെ വാള് പോലെ തങ്ങൾ എന്നാണ് തൻ്റെ കുടിലുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിനെക്കുറിച്ച് പേടിച്ചരണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതുമാത്രമല്ല, അവർക്ക് 2 രൂപയുടെ റേഷനരി വാങ്ങണമെങ്കിൽ 200 രൂപ ഓട്ടോ കൂലി കൊടുക്കേണ്ട ഗതികേട് ആ ഗ്രാമവാസികൾക്കുണ്ട്. അപ്പോൾ അവർ 560 ദിവസം ഉപവാസം അനുഷ്ഠിച്ചപ്പോൾ ലഭിച്ച ഒരു പാലം പണി പൂർത്തിയാകാതെ കിടക്കുന്നു. പള്ളിയിലെ 13 കുടുംബങ്ങൾ ഇന്നും വഴിയാധാരമായി കിടക്കുകയാണ്. അവർക്ക് വാടക വീട് പോലും സർക്കാർ കൊടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ എത്ര നാളായി കുടിവെള്ളത്തിന് വേണ്ടി കരയുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശം എന്നല്ല, വൈപ്പിൻകരയിലെ നല്ല ചെറുപ്പക്കാർക്ക് നല്ല കുടുംബങ്ങളിൽ നിന്ന് കല്യാണാലോചന വരുന്നില്ല എന്നുള്ളത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? നല്ല കല്യാണാലോചന നടക്കുന്നില്ല. എന്താ കാരണം? വെള്ളമില്ലാത്ത നാട്. നോക്കൂ, വെള്ളത്തിന് വേണ്ടി 2 ടാങ്ക് 5 വർഷത്തിലേറെയായി നമ്മുടെ ആശുപത്രി. ഇതൊക്കെ എന്തിനാണ് സാർ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പലതുമായ സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ. അത് പിന്നീട് മാറി എന്താ പറയുക, ബിരിയാണി മാറി കുഴിമന്തിയായി, കുഴിമന്തി മാറി ഇപ്പോൾ ഷവർമ്മയായി. അപ്പം നമ്മൾ രുചികൾ തേടി പോവുകയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു കള്ള് ആരോഗ്യത്തിന് ഗുണകരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാവശ്യം കള്ളു കുടിച്ചുകൊണ്ട് ഇപ്പോഴും നടക്കുമോ? അവരുടെ തേരാപാലി പേര് പറയുന്നില്ല, എൻ്റെ സഹപ്രവർത്തകരുണ്ട്, ഞാൻ ഒട്ടും പറയുന്നില്ല. അപ്പം ലഹരി ആദ്യമായി ഇത്തിരി കള്ളു കുടിച്ചു, പിന്നീട് കൂട്ടുകാരും കൂടി അല്പം ചാരായം കുടിച്ചു, പിന്നെ ബ്രാൻഡ് കുടിച്ചു. എന്ത് കാര്യത്തിന് ഒരു പൊടിയടിച്ചാൽ മതിയില്ലേ, ഒരു ഇഞ്ചക്ഷൻ പോലെ. ഇന്ന് LKG പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം അല്ലേ? അപ്പം ഈ മേഖലകളിലൊക്കെ ഗാന്ധി വിചാരധാര ശക്തമായ പ്രതിഷേധവും ജനങ്ങളോടൊപ്പം നിന്ന് സമരവും നയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചുരുക്കി. അപ്പം ഇതാണ് ഏജൻസിയാണ്. മാത്യു സാറിനൊക്കെ നടത്തുന്നതിന് കാശുണ്ടോ? കാശില്ല. ഈ ക്രിക്കസിനെ പോലെയുള്ള, ഈ ബാഹുലേൻ സാറിനെ പോലെയുള്ള, രാഘവനയ്യയെ പോലെയുള്ള ആളുകളുടെ അവരുടെ ശമ്പളത്തിൽ നിന്ന് അവരുടെ പെൻഷനിൽ കിട്ടുന്ന ഞങ്ങളുടെ ഈ സമ്പാദ്യം ഉപയോഗിച്ചാണ്. ഇന്നിപ്പോൾ എന്താ ഇതുകൊണ്ട് സ്കൂളിൽ നടത്തിക്കൂടെ എന്നാണ് ചോദ്യം. ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഗ്രാമങ്ങൾ വൈലോപ്പിൽ പറഞ്ഞതുപോലെ ഏത് ദൂഷണ സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രങ്ങളുടെ ലോകത്ത് ജീവിച്ചാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ വിശുദ്ധിയും ഇതിൽ ഒന്നൊക്കെയാണ് ഓർമ്മയില്ല പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഗ്രാമത്തെ അറിയുന്നുണ്ടെങ്കിൽ ഗ്രാമത്തിലായിരിക്കും. ഒരു സ്കൂളിനകത്ത് പറയുമ്പോൾ ഒരു സ്കൂളിൽ പൊതുപരിപാടി നടത്താൻ പാടില്ലെന്ന് സർക്കാരിൻ്റെ ഓർഡർ. അപ്പോൾ ആദ്യം മാനേജറിന് കത്ത് കൊടുക്കണം, പിന്നെ അവൻ്റെ പിയൂണിന് പോയി കാണണം, അവന് കാശ് കൊടുക്കണം, ആളിൻ്റെ വാടക കൊടുക്കണം. അവസാനം തിങ്കളാഴ്ച ആകുമ്പോൾ അത് പരിപാടി ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തിനാണ് കഷ്ടപ്പെടാൻ? നല്ലൊരു അധ്യാപകൻ എന്ന നിലയിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് വെറുതെ അധ്യാപകനല്ല, സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകനല്ല. അദ്ദേഹം പ്രത്യേകമായി മേരിമാത കോളേജിലും അതുപോലെ ക്ലാസിക് കോളേജ് അദ്ദേഹം സ്വന്തമായി നടത്തിയിരുന്ന മുൻകൈയെടുത്ത് നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ് ക്ലാസിക് കോളേജ്. അതിലൂടെ അന്ന് ഇംഗ്ലീഷ് പഠനത്തിനൊക്കെ അത്രയേറെ സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു. ആ കാലത്ത് കുട്ടികൾ നന്നായി ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇംഗ്ലീഷ് പഠിച്ചാല് അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി രക്ഷപ്പെടാൻ കഴിയുന്ന ലക്ഷ്യത്തോടുകൂടി ദീർഘകാലം ആരംഭിച്ചതാണ് ക്ലാസിക് കോളേജ്. പല കുട്ടികളോട് പറയാറുണ്ട്, ഈ അടുത്തൊക്കെ ജോലി നായകത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള
പല കുട്ടികളൊക്കെ ഇടയ്ക്ക് ബന്ധപ്പെടുമ്പോൾ അവർക്ക് വലുതായി. അവർ അന്ന് ഞങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ വഴിതിരിച്ച് തന്നതെന്ന് പറയും. അതൊരു സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അതിനിടയിൽ തന്നെയാണ് ആ അധ്യാപകനായി ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകനായി സേവനം ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഒരു നല്ല സാഹിത്യകാരനുമായി, നല്ല സാഹിത്യകാരൻ. പക്ഷേ ഈ സാഹിത്യത്തിലായാലും കലയിലായാലും രാഷ്ട്രീയ രംഗത്തിലായാലും പോലും ചിലപ്പോൾ അതിൽ ഭാഗ്യവാന്മാരും നിർഭാഗ്യവാന്മാരും ചിലർക്ക് അമിതമായ രീതിയിലുള്ള ഉയർച്ച പെട്ടെന്ന് വരും. ചിലർക്ക് എത്ര ശ്രമിച്ചാലും എത്ര ഏറെ പണിപ്പെട്ടാലും കരകയറാൻ പറ്റാതെ വരും. ജോയ് നായകനും അതേപോലെ ഒരു ഹതഭാഗ്യനായിരുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരാളെന്ന നിലയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കഥകൾ എഴുതി, നിരവധി കവിതകൾ എഴുതി, കവിതകൾ ധാരാളം എഴുതിയിട്ടില്ല, നിരവധി ചെറുകഥകൾ എഴുതി. ചെറുകഥകളും അതുപോലെ ജീവചരിത്രഗ്രന്ഥം എഴുതി. ഇതെല്ലാം ശ്രദ്ധിക്കപ്പെട്ട കൃതികൾ തന്നെയാണ്. കുറച്ച് നാൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ അത് ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ടവരുടെ കൈകളിലേക്ക് എത്തിയില്ല എന്നതാണ് സത്യം. വൈപ്പിൻകരയുടെ അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്ന വൈപ്പിൻകരയ്ക്ക് ഒരു പുണ്യവാനുണ്ടെങ്കിൽ അത് ഒരാൾ മാത്രമേ ഇവിടെ ജനിച്ചിട്ടുള്ളൂ. അത് സർവോദയ കുര്യൻ ചേട്ടനാണ്. അത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. ആ കുര്യൻ ചേട്ടന്റെ ജീവിതം അടയാളപ്പെടുത്തി വയ്ക്കാം. എത്രയോ ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. എങ്കിലും നമ്മുടെ പ്രിയങ്കരനായ ജോയ് നായർ അമ്പലം മുൻകൈയെടുത്ത് സർവോദയ കുര്യൻ കർമ്മപ്രവർത്തനങ്ങളുടെ ധർമ്മദീപ്തി എന്ന കർമ്മസേവനങ്ങളുടെ ധർമ്മദീപ്തി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയതും വളരെ ത്യാഗസാഹിത്യത്തിൽ തന്നെയാണ്. കാരണം വലിയ രോഗാവസ്ഥ കണ്ടാൽ, ഒരു വയറിളക്കം വന്നാൽ എങ്ങനെ അവിടെ കൊച്ച എറണാകുളം, അന്ന് എറണാകുളത്ത് എത്തണമെങ്കിൽ എൻ്റെ നാട്ടിൽ നിന്ന് 4 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്യണം. വഞ്ചിയിലൊക്കെ ആണെങ്കിൽ എത്ര സമയം വേണം? ഇവിടുന്ന് പഠനം പഠിപ്പിക്കുന്ന രംഗത്തും സാഹിത്യ രംഗത്തും കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ രചിക്കുന്ന കാര്യത്തിലും എല്ലാം വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരാളായിരുന്നു പ്രിയങ്കരനായ ജോയ് നായർ. അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ നമ്മുടെ നാട് അംഗീകരിച്ചില്ല. നമ്മുടെ മറ്റ് സുഹൃത്തുക്കളായ ആളുകൾ നിരവധി സെക്രട്ടറികളുണ്ടെങ്കിലും അവരൊന്നും വേണ്ട വിധത്തിൽ എങ്കിലും 1-2 തീരെ ആരും തള്ളിക്കളഞ്ഞില്ല. 1-2 ബഹുമതികൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഒന്ന് വൈപ്പിൻകരയിൽ നിന്നുള്ളതാണ്. ഞാനത് ഉണ്ടായിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ജോയ് നായർ അമ്പലത്തിന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഓർമ്മിച്ചതിനുള്ള പ്രത്യേകമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് കൃത്യമായ ആശംസകൾ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ അറിയിക്കുന്നു. നന്ദി വിനയത്തോടെ അർപ്പിക്കുക. അദ്ദേഹം ഇത്തരം ചെറിയ യോഗകളിൽ നിന്നും സംബന്ധിക്കേണ്ട ആളാണ്. അപ്പോൾ പ്രിയ ബഹുമാനപ്പെട്ട സ്നേഹചന്ദ്രൻ എനിക്കൊരു സാറാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു കുടുംബാംഗം തന്നെയാണ്. നിരവധി വർഷമായി വ്യക്തിപരമായി എൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. ഇതിനേക്കാൾ ഉപരി നല്ല എഴുത്തിൻ്റെ ഒരു വലിയ പതിപ്പാണ് സ്നേഹേന്ദ്രൻ സാറിന്. അത് ഓരോ വരിയിലും കുറിച്ചിടുന്ന അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ നടക്കുന്ന ഈ നാശത്തിനെതിരെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഓരോ വരിയും ഒരു അട്ടഹാസമായി, സമൂഹത്തിനെതിരെയുള്ള തിന്മയ്ക്കെതിരെയുള്ള അട്ടഹാസമായി അദ്ദേഹം മാറ്റാറുണ്ട്. അത്തരത്തിലുള്ള കവിതകളാണ് അദ്ദേഹം കൂടുതലും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം കുട്ടികളോടൊപ്പം ഇപ്പോൾ സിപ്പി സാറിന് അറിയാൻ പറ്റും. സിപ്പി സാർ എഴുതുന്ന പോലെ ഒരു വരി എഴുതാൻ ശ്രമിച്ചാൽ അതിലൊക്കെ പരാജയപ്പെട്ടവരാണ് ഞങ്ങളുടെ അധ്യാപക പരിശീലന പരിപാടിയിലൊക്കെ സാറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. സിപ്പി സാർ ആരായിരുന്നു എന്ന് അറിയുന്നത് അപ്പോഴാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം.
അത്തരത്തിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവർക്ക് കുമ്മാട്ടിയുടെയും മറ്റു കഥ പറഞ്ഞ് അവരെ ആ ചെറുപ്രായത്തിൽ തന്നെ കവിതയുടെ ആലാപനത്തിലേക്കും ആത്മാവ് അറിഞ്ഞില്ലെങ്കിൽ കൂടി 2ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആ ആലാപനത്തിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൈപ്പിങ്ങലിൽ മാത്രമല്ല കേരളത്തിൽ സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ സ്നേഹചന്ദ്രൻ സാറിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു കലോത്സവ വേദികൾ. മാത്രമല്ല കവിത സാഹിത്യ മത്സരങ്ങളിലെല്ലാം സ്നേഹചന്ദ്രൻ സാർ സജീവ സാന്നിധ്യമാണ്. സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു ജഡ്ജിങ് പാനലിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് സ്നേഹചന്ദ്രൻ സാറാണ്. അപ്പോൾ അതൊരു തേച്ച് വിൽക്കാൻ കൂടിയാണ് എനിക്ക് സുഖമില്ലാത്ത ഇതിലൂടെ ഞാൻ വന്നത്. എനിക്ക് എടുത്ത അസുഖം വന്ന് എനിക്ക് നടക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അതൊന്ന് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുകയാണ്, എൻ്റെ മകൾ പഠിക്കുകയാണ്, അല്ല അക്ഷരപ്പയറുകളെ കുറിച്ചു തള്ളുകയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും ഓരോ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നും നിത്യപൂജ പോലെ ചൊല്ലിത്തള്ളുന്ന അവളുടെ കണ്ണുകൾ തെളിയുന്ന വിഘ്നതയെ ഭയപ്പെടുന്നു. അവളുടെ ചോദ്യങ്ങൾക്ക് 1000 നാമമാണ്. ഇന്നും അവൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ ആരായിത്തീരണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. ലെജിസ്ലേച്ചറിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ജുഡീഷ്യറിയുടെയും അപാര സാധ്യതകളോടെ പറഞ്ഞ് പഠിപ്പിക്കണമെന്നുണ്ട്. എന്നാൽ ഒരു വലിയ വട്ടപൂജ്യത്തിന്റെ അന്തസാര ശൂന്യത പ്രവചനങ്ങളെല്ലാം അനർത്ഥങ്ങളാകുന്നു. മകളെ നമ്മൾ കടകൊണ്ടവരാണ്, മകളെ നമ്മൾ കടകൊണ്ടവരാണ്. വീതിയിലൂടെ നയിച്ചു നമ്മെ മഹാത്മാവ്, പറഞ്ഞു തന്നു മഹാത്മാവ്. നല്ലതു മാത്രം നമ്മോടോതി നടന്നു നീങ്ങി മഹാത്മാവ്. അടിമത്വത്തിൽ ചെങ്ങല പൊട്ടി ചെറിഞ്ഞു അന്നു മഹാത്മാവ്. ജൊടിയിട കൊണ്ടതു തിന്നു തിമിർത്താൽ ജീവിതം അടിമുടി സുഖഭരിതം. തേടിയതൊക്കെ നേടിയമർന്നാൽ ജൊടിയിട കൊണ്ടതു തിന്നു തിമിർത്താൽ ജീവിതം അടിമുടി സുഖഭരിതം. മകളെ നിന്റെ കണ്ണിലെ താരനാണെന്നതേ കാന്താരിയായിന നയനം മറച്ചുപോയോ സന്താപജീവിതം മംഗളീല കാന്താരിയായി ഇത് നീട്ടി നിൽക്കുന്നു നിന്നോർമകൾ. കരകടഞ്ഞെത്രയോ സ്വപ്നങ്ങളെ വെച്ചു പോറ്റിയ കാലമൊക്കെ. സ്വാതന്ത്ര്യ സന്ദേശങ്ങൾ അർക്കനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനു നൽകി. മൂവർണ്ണക്കൊടിയുടെ മുഖ്യ ചിഹ്നമാം ചർക്ക മൂവന്തി ചുവപ്പിലും പറന്നു പാറി നാട്ടിൽ. ചർക്കതൻ മന്ത്രധ്വനം കേട്ടുണർന്നേറ്റു ജനം ദിക്കുകൾ ചെവിയോർത്തു ഭാരത മുന്നേറ്റത്തിൽ. ഉയർത്തിപ്പിടിച്ചു നാം ചർക്കയുൾക്കൊണ്ടിടുന്ന നിയുക്ത സ്വാതന്ത്ര്യത്തിൻ ദേശീയ പതാകകൾ. അർദ്ധരാത്രിയിലൈക്യ ഭാരതം മുറിച്ചേരി. ഹരിതാപേറുന്ന ഭൂമിയായി ഭൂമിക്കൊരു കുട ചൂടുവാനായി വൃക്ഷങ്ങൾ നാം ഇന്നു നട്ടിടണം. ഹരിതാപേറുന്ന ഭൂമിയായി ഞാൻ വളരെ കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത് ഇവിടെയല്ല. ഞാൻ ശ്രദ്ധിച്ച ഇവിടെ ചെറിയ മാഗസിനിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ കവിതയാണ്. തെരുവിനെ ചുട്ടരിക്കുന്നു, തരുവേനി കരയുന്നു, എരിയുന്ന നേരം, നീര് നേടിയ നേരമെന്തേ നേര് നൽകിയില്ല, വൃത്തിനെയും പുത്രനെയും ഫലം തേടിയ. സംഗീതജ്ഞരും അധ്യാപകരും പാട്ടുകാരും ഉൾക്കൊള്ളുന്ന ഈ